ഇപ്പോഴത്തെ പേടി മക്കളാ. എന്റെ സാർക്ക് കഴിഞ്ഞ എന്റെ മക്കളെ തിരിച്ചു വന്ന് കാണണമെന്ന് ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത് ഇനി വീർത്ത് വന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയി എന്റെ പൊന്നുമൊക്കെ കാര്യമില്ലാതെ വരത്തില്ലേ. എന്റെ പൊന്നുമോനും പൊന്നുമോളും കണ്ടിരിക്കുന്ന രണ്ടുപേർക്കും കാര്യമില്ലാതെ വരത്തില്ലേ. എനിക്കിപ്പോ എല്ലാവരും ചോദിക്കാനുള്ള വെച്ചാൽ എന്റെ അമ്മയുടെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി എല്ലാവരും സഹായിക്കാൻ പറ്റുമോ സഹായിക്കുന്ന വെച്ചാൽ എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരും എനിക്കില്ല. എന്താ വെച്ചാൽ എന്റെ അമ്മയാണ് എനിക്ക് ഏറ്റവും എല്ലാത്തിനെക്കാട്ടി വലുത്. എന്താ വെച്ചാൽ എന്റെ അമ്മയില്ല, എനിക്ക് വേറെ ആരുമില്ല. ഇപ്പൊ ഒരു 8 ദിവസം കൊണ്ടാണ് ഇത്രയും വയറ് ഇത്രയും വീങ്ങിയിരിക്കുന്നത്. എനിക്ക് എല്ലാവരോടും ചോദിക്കാൻ മാത്രമേ ഉള്ളൂ. പറ്റുന്നവരെല്ലാവരും എന്റെ അമ്മയെ സഹായിക്കാൻ നോക്കുക. എന്താണ് സംഭവിച്ചതെന്നൊന്ന് പറയാമോ? ഞാനൊരു രോഗിയായിരുന്നു. അങ്ങനെ എനിക്ക് ന്യൂമോണിയ വന്നൊക്കെ, ന്യൂമോണിയ കാല് വെരിക്കോസൊക്കെ പൊട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ വയറ്റിലൊരു വലിയ മുഴ വളർന്നു വന്നു. ആ വളർന്നു വന്ന മുഴയെന്ന് പറഞ്ഞാൽ 10 കിലോ ഉണ്ടായിരുന്നു എൻ്റെ മുഴ. ആ മുഴ സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഏപ്രിൽ 4-ാം തീയതി, ഈ കഴിഞ്ഞ ഏപ്രിൽ 4-ാം തീയതി എൻ്റെ സർജറി കഴിഞ്ഞായിരുന്നു. വീണ്ടും എൻ്റെ വയറ്റിലൊരു മുഴയുണ്ടെന്ന് എൻ്റെ മോനും പപ്പായും എല്ലാവരും അറിഞ്ഞായിരുന്നു. 3 മാസം കഴിയുമ്പം വീണ്ടും അത് സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞത് അവരറിഞ്ഞായിരുന്നു. പക്ഷെ അവർക്ക് എന്നോട് പറയാനൊരു പേടിയുണ്ടായിരുന്നു, ഒരു വിഷമം ഉണ്ടായിരുന്നു. സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടിൽ അന്നത്തെ ഒരുപാട് പൈസയായി. 7,34,000 രൂപ എനിക്ക് അവിടെ ആയായിരുന്നു. ആദ്യത്തെ സർജറിക്ക് ആയായിരുന്നു. ഒരു സ്റ്റാപ്ലറിന്റെ വിലയെന്ന് 7 സ്റ്റാപ്ലറിന്റെ വിലയെന്ന് പറഞ്ഞാൽ 94,503 രൂപയാ എന്റെ സ്റ്റാപ്ലറിന്റെ വില. അന്നത്തെ വയറ്റിലടിച്ച സ്റ്റാപ്ലറിന്റെ വിലയായി ഇത്. 94,503 രൂപ. 7 സ്റ്റാപ്ലർ. 7 സ്റ്റാപ്ലർ. കോട്ടയം മെഡിക്കൽ കോളേജിൽ. എനിക്ക് ആരോഗ്യ ഇൻഷുറൻസിന്റെ കാർഡ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ എന്നെ ചെറുതും വലുതുമായിട്ട് എന്നെ ഒരുപാട് പേര് എന്നെ സഹായിച്ചു. 1 രൂപ തൊട്ടായാലും എന്നെ പലരും എന്നെ സഹായിച്ചു. പക്ഷെ എൻ്റെ ഈ 2ാമത്തെ ഈ സർജറി ചെയ്യാൻ എനിക്ക് ഒരു നിവൃത്തിയില്ല. ഇതെങ്ങനെയാണ് വന്നത്? ആമാശയത്തിൽ കൂടെ വളർന്നു വരുമായിരുന്നു. അങ്ങനെ ഇപ്പോഴും ഒരു 2 സ്പൂൺ അവിയല്, അതിന്റെ കൂടെ ഒരു ശകലം കട്ടൻ ചായ എനിക്ക് ഇപ്പോഴും കുടിക്കാനൊക്കെ അതേ ഉള്ളു എന്റെ ആഹാരം. അതാ എനിക്ക് വല്ലാതെ 3.5 തൂക്കമുള്ള ഒരു കുഞ്ഞിന്റെ വളർച്ചയായിരുന്നു എന്റെ വയറ്റിൽ കിടന്ന് വളർന്നത്. അത് ഞാൻ ഒരുപാട് ആസ്പത്രികൾ കയറി ഇറങ്ങിയിട്ട് അവസാനം എന്നെ പുഷ്പഗിരിന്ന് തള്ളിയതായിരുന്നു. പുഷ്പഗിരി എനിക്ക് ക്രിട്ടിക്കലായിരുന്നു, സർജറി ക്രിട്ടിക്കലായിരുന്നു. എനിക്ക് 2 സർജറി ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് അവിടെ ആ ഡോക്ടർ 2ഉം കൂടെ ചെയ്യാനായിട്ടായിരുന്നു. അങ്ങനെ സർജറി 2 നടന്നു. പക്ഷേ എൻ്റെ ഒരു മുഴയും കൂടെ എടുക്കാനുണ്ടായിരുന്നു. എനിക്ക് അപ്പോഴത്തേക്കും ഞാൻ മരിച്ചുപോയെന്ന് വരെ ആയായിരുന്നു. സർജറി നടക്കുന്ന സമയത്ത് മരിച്ചുപോയെന്ന് വരെ ആയിരുന്നു. എൻ്റെ പൊന്നുമോനൊക്കെ ഭയങ്കരമായി നിലവിളിച്ച ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ, എന്നെ കൊണ്ടുവരുമ്പം ഞാൻ അനക്കമില്ല. വരുന്നവർക്കെല്ലാം കണ്ണു തുറന്നൊക്കെ കൊണ്ടുവരുന്നു. ഞാൻ അനക്കമൊന്നുമില്ലാതെ വന്നപ്പം സത്യത്തിൽ മോൻ വിചാരിച്ച് ഞാൻ മരിച്ചുപോയെന്ന്. വെന്റിലേറ്ററിലോട്ട് കയറ്റുമ്പം മോൻ വിചാരിച്ച് ഞാൻ മരിച്ചു പോയതാന്നും പറഞ്ഞ് അവൻ തന്നെ ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചു, അങ്കിളെ എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? എനിക്കും എൻ്റെ അലീനയ്ക്കും വേറെ ആരുമില്ല, എൻ്റെ അമ്മയില്ലല്ലോ എന്നും പറഞ്ഞ് അവൻ ഓടിപ്പോയി ചോദിച്ചു. ആ സമയത്ത് ഇവനോട് ഡോക്ടർ ഡോക്ടർ പറയുന്നു വെന്റിലേറ്ററിലോട്ട് കയറ്റും, മോനെ ക്രിട്ടിക്കലായിപ്പോയി, അതുകൊണ്ട് അമ്മ എന്തിനാ ഇപ്പം വെന്റിലേറ്ററിൽ കയറ്റുക, കുഴപ്പമൊന്നുമില്ല, അമ്മയ്ക്ക് ശരിയായിക്കോളും, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വെന്റിലേറ്ററിലായിരുന്നു. 3 ദിവസം വെന്റിലേറ്ററിലും 7 ദിവസം ICUലും കിടന്നായിരുന്നു. അങ്ങനെ മക്കള് മോന് തിരുവനന്തപുരത്തായിരുന്നു. ഈ വീഡിയോ കണ്ട് ഒരു പാർട്ടി വന്നായിരുന്നു ഇവിടെ, ആദർശം കുടുംബം എന്ന് പറഞ്ഞാൽ അവരിവിടെ വന്ന് മോനെ അങ്ങ് കൊണ്ടുപോയായിരുന്നു. എന്റെ സർജറിക്കൊക്കെ അവരവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മോനെ അങ്ങ് കൊണ്ടുപോയായിരുന്നു. പിന്നെ മോൾ എൻ്റെ കൂടെ നിന്ന് എന്നെ കുളിപ്പിക്കാനും എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ മോൾ എൻ്റെ കൂടെ നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോഴും അവളെ കൊണ്ടുപോകാനേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അതുകൊണ്ട് പിന്നെ ചെറുതും വലുതുമായിട്ട് എൻ്റെ സഹോദരങ്ങളായാലും എല്ലാവരും എന്നെ സഹായിച്ചു. എനിക്കിപ്പം 2ാമത്തെ സർജറി ഒക്ടോബർ 22-ാം തീയതിയാ. അന്നേരം എനിക്കൊരു പേടി എന്ന് പറഞ്ഞാൽ എന്നെയും കൊണ്ട് ഒരു നിവൃത്തിയില്ല. എത്ര രൂപ വേണ്ടി വരും? അത് ഈ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാപ്ലറിന്റെ എല്ലാം വില ഇതുപോലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണം. അതുകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഡോക്ടർ ഇപ്പം പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ ഈ സർജറി നടന്നില്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴിത് നടത്തി മാറ്റിയില്ലെങ്കിൽ മാറ്റി വെക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ല, അത് വരാം.
എനിക്ക് അതിന് വേണ്ടിയാ അപ്പോഴും കഴിഞ്ഞ മാസം എനിക്ക് ഡേറ്റ് തന്നെ, കഴിഞ്ഞ ബുധനാഴ്ച ഡേറ്റ് തന്നത്. അന്നേരം എൻ്റെ മക്കൾക്ക് ഡോക്ടർ പറഞ്ഞു ഇനി നീട്ടി വെക്കാൻ ഒക്കത്തില്ല, അടുത്ത മാസം 22-ാം തീയതി തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡേറ്റും തന്നു വിട്ടേക്കുക. കുട്ടികളുടെ അച്ഛനിപ്പം അവരുടെ പപ്പ മാന്നാറ, അവരുടെ പപ്പ മോൻ്റെ 2 വയസ്സിലും മോളുടെ 3 മാസത്തിലും കളഞ്ഞിട്ട് പോയതാണ്. ഇപ്പം എനിക്ക് വേറെ ആരുമില്ല. എൻ്റെ പപ്പയുണ്ട് ഇവിടെ, അമ്മ ചേട്ടത്തിയുടെ വീട്ടിൽ നിൽക്കുക. പപ്പായ്ക്ക് സുഖമില്ലാത്ത, പപ്പയുടെ ഇവിടെ ഇങ്ങനെ ഒരു മുഴ വളർന്നുകൊണ്ടിരിക്കുന്ന, പപ്പായ്ക്ക് 15-ാം തീയതി അഡ്മിറ്റ് ആവാൻ പറഞ്ഞതാ. പപ്പായ്ക്കും 15-ാം തീയതി അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ 22-ാം തീയതി ഞാനും അഡ്മിറ്റ് ആവേണ്ടത്. അന്നേരം പപ്പ ഇപ്പം പറയുന്നത് പപ്പ ഇപ്പം സർജറിക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നെ നോക്കാനും എന്നെ അവിടെ നോക്കാൻ വേറെ ആരുമില്ല. പപ്പായ മോളെ കുളിപ്പിച്ചുകൊണ്ട് ഇറക്കിയാലും പപ്പായ എന്നെ ബാത്റൂമിൽ നിന്ന് പിടിച്ചുകൊണ്ട് കിടത്തുന്നതും ഇതെല്ലാം പപ്പായ. അതുകൊണ്ട് പപ്പ ഇപ്പം കാണിക്കുന്നത് ഇതാക്കുന്നില്ല. 15-ാം തീയതി ഡേറ്റ് കൊടുത്തിരിക്കുക. എൻ്റെ കൂട്ട് ഇതുപോലെ ഡേറ്റ് കൊടുത്തിരിക്കുക സർജറിക്ക്. പപ്പായ്ക്ക് ഇവിടെ നടുവിനൊരു മുഴയും 2 ഹിരണ്യായും കൂടെ വേണം. അതും കൂടെ ചെയ്യാനായിട്ട് പപ്പായും ഡേറ്റ് കൊടുത്തിരിക്കുക. ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ബോച്ചനെ സഹായിച്ചു, ഡോക്ടർ ആൻഡ്രൂ സാറിനെ സഹായിച്ചു. നമുക്കിത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വട്ടം ന്യൂമോണിയ വന്നായിരുന്നു. ന്യൂമോണിയ ആദ്യമേ വന്നപ്പോ നമ്മുടെ പള്ളി അമ്മയ്ക്ക് വന്നായിരുന്നു. ഞാനൊരു ചോദ്യം ചോദിച്ചു. അമ്മയ്ക്ക് ഇതേപോലെ വയ്യാതെ ആയപ്പം അതുകൊണ്ടാണല്ലോ മോൻ ഇറങ്ങിയത്. അപ്പൊ മോൻ എങ്ങനെയാണ്, ഇല്ലെങ്കിൽ ഇപ്പം സ്വന്തമായിട്ട് ഇതേപോലെ ഒരു ജോലിക്ക്, അതായത് ചെറുപ്രായം 7-ാം ക്ലാസ്സിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാനൊക്കെ 7-ാം ക്ലാസ്സിൽ എനിക്ക് ബുദ്ധി പോലും ഇല്ലാത്തൊരു പ്രായമായിരുന്നു. അപ്പൊ ആ ഒരു പ്രായത്തിൽ മോൻ എങ്ങനെയാണ് അമ്മേനെ സഹായിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ജോലിക്ക് ഇറങ്ങാൻ എങ്ങനെ മോൻ മനസ്സിൽ തോന്നി? നമ്മള് അമ്മയുടെ കൂടെ തന്നെ നിൽക്കുമ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അമ്മ ഈ ചഞ്ഞുണ്ട് അമ്മയ്ക്ക്, സെപ്റ്റോൾസിയർ 3 ഗുളിക കഴിക്കുന്നു. അപ്പം ഈ ഗുളിക ഇല്ലാതെ അമ്മ വീഴുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടും വിഷമമായിരുന്നു. അത് മാത്രമല്ല ഈ അമ്മയ്ക്ക് നമ്മുടെ വേരിക്കോസ് വെയിൻ വന്നായിരുന്നു. അത് വ്രണമായിട്ട് വന്നായിരുന്നു. പക്ഷെ അത് മാറി, അതിൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അത് മാറി. അത് മാത്രമല്ല എനിക്കത് കാണുമ്പോൾ മരുന്ന് മേടിക്കാൻ പോലും ഞങ്ങൾക്കൊരു അവസ്ഥയല്ലായിരുന്നു. എന്നുവെച്ചാൽ അമ്മയ്ക്ക് ഒരു 10 മിനിറ്റ് അവിടെ നിൽക്കാൻ പോയി 1 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല. ചോരയും വെള്ളത്തോട് ഒരുമിച്ച് വരും. അങ്ങനെയൊക്കെ വന്നപ്പോൾ വ്രണമൊക്കെ നമ്മൾ കോട്ടയത്ത് മണ്ടർകാട് പള്ളി എടുത്തായിരുന്നു ഇതിൻ്റെ സീരിയസാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അത് കണ്ടു. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് ന്യൂമോണിയ വന്നത്. ന്യൂമോണിയ വന്നപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പറ്റില്ല. എന്താ വെച്ചാൽ കട പോലും തുറക്കാം. അപ്പോൾ കടയും ലോട്ടറിയാണോ ആകെ ഒരു പെട്ടിക്കടയും കൊണ്ട് ജീവിച്ചു വന്നത്. ആ പെട്ടിക്കടയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ വരുമാനം എല്ലാം വരുന്നത്. അപ്പം നമ്മുടെ ഇവിടെ പള്ളിക്കാർ തന്നെയായിരുന്നു നമുക്ക് CT സ്കാൻ എടുക്കാനൊക്കെ സഹായിച്ചത്. പിന്നെ എൻ്റെ പപ്പയുടെ ബന്ധുവാണ് സാവുപ്പപ്പ. എനിക്ക് അവിടുന്ന് സാവുപ്പപ്പയാണ് എനിക്ക് ഒരു വട്ടം CT സ്കാൻ എടുക്കാൻ പൈസ ഇട്ട് തന്നത്. പിന്നെ സാവുപ്പപ്പ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ചക്കുളി പ്രവാസി, പ്രവാസികളെല്ലാവരും കൂടെ ചേർന്ന് അവരും എനിക്ക് 2000 രൂപ തന്നായിരുന്നു. അത് മാത്രമല്ല 2ാമത് ന്യൂമോണിയ വന്നപ്പോഴാണ് ഇവരെല്ലാം സഹായിച്ചത്. ആ ന്യൂമോണിയ കഴിഞ്ഞപ്പോഴാണ് ഈ ന്യൂമോണിക്കാണ് നമ്മുടെ ഇവിടെ പള്ളിയുണ്ട്, നമ്മുടെ മുസ്ലിം പള്ളിയുണ്ട്. അപ്പം അവിടെ ഇവിടെ ഷട്ട് കമ്പനി ഉണ്ട്. ആ ഷട്ട് കമ്പനിയിൽ അങ്കിള് ചേർന്ന് എല്ലാം ചെയ്തു തന്ന, അത് മൊത്തം ചെയ്തു തന്നപ്പോൾ തന്നെ അങ്കിള് നല്ല വൃത്തിക്ക് അവിടുന്ന് ഞങ്ങൾക്ക് 4 വട്ടമാണ് ഈ ന്യൂമോണിയ വന്നപ്പോൾ CT സ്കാൻ എടുക്കേണ്ട വന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് CT സ്കാൻ എടുക്കാനുള്ള പൈസ തന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ അനിതാജ് എന്ന് പറയുന്ന സാറുണ്ട്. അപ്പോൾ അനിതാജ് സാർ നമ്മൾ ഒരുപാട് സഹായിച്ചു. എന്ന് വെച്ചാൽ അനിതാജ് സാറാണ് നമുക്ക് ഒരു വട്ടം കടയിലെ സാധനങ്ങളെല്ലാം മേടിച്ച് തന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് പൈസ സാറും ചിലവാക്കി. അത് മാത്രമല്ല പിന്നെ നമുക്ക് ഒരു വട്ടം ഈ വേരിക്കോസ് വെയിൻ പോകുന്നതിന് 7000 രൂപ വേണം. ആ 7000 രൂപ ഒരു വട്ടം നമ്മുടെ അനിതാജ് സാറാണ് തന്നത്. അത് മാത്രമല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും സാർ ഞങ്ങൾക്ക് പൈസ തരാറുണ്ട്. അത് മാത്രമല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബോച്ചയാണ് ഞങ്ങളെ എങ്ങനെയാണ് എത്തിയത് ഒരു ജേണി? ബോച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു വട്ടം ഞാൻ അറിഞ്ഞില്ല, എന്നെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് എൻ്റെ ഫോൺ നമ്പർ എങ്ങനെയോ കിട്ടി. അപ്പോൾ എന്നെ വിളിച്ചു നോക്കിയപ്പം അപ്പോൾ ഞാൻ ബോച്ച കണക്ക് സംസാരിച്ചു. അത് ബോച്ച വീഡിയോ ആക്കി. അപ്പം ഈ ബോച്ച എടുത്ത് പറഞ്ഞു വെച്ചാൽ ഇവിടെയുള്ള ഒരു ആൻറ്റി ഉണ്ട്, ഫിജിക്കാർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫിജിക്കാർട്ടി ആൻറ്റി വർക്ക് ചെയ്തപ്പോൾ ഇവിടെ ഞങ്ങളുടെ അമ്മ ഇപ്പോൾ ഫിജിക്കാർട്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല മാളുമേടം എന്ന് പറഞ്ഞ മേടമുണ്ട്, മാളുമേടം ജോബ് സാർ ഞങ്ങളുടെ ബന്ധുവാണ്. അത് ഇച്ചിരി അടുത്ത ബന്ധു തന്നെയാണ്. അപ്പം മാളുമേടത്തിൻ്റെ അടുത്ത് ഈ മേഡം വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ മാളുമേടമാണ് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് ബോച്ചയിലോട്ട് എത്തിയത്. അപ്പോൾ ബോച്ച നമ്മളോട് സംസാരിക്കാൻ വന്നപ്പോഴെല്ലാം വന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഫിജിക്കാർഡ് എന്ന് പറഞ്ഞൊരു ജോലിയാണ്, അത് ഞങ്ങളുടെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരുപാട് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ബോച്ച ഫിജിക്കാർഡ് തുടങ്ങിയിരിക്കുന്നത്. എന്താ വെച്ചാൽ ഫിജിക്കാർഡിലോട് ഒരുപാട് രൂപ ആൾക്കാർ നേരിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മയ്ക്ക് ഇപ്പോൾ പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇപ്പം നടക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഇത്രയും
ഇപ്പൊ ഒരു ദിവസം കഴിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ 2 സ്പൂണ് അവിയലും ഒരു കട്ടൻ ചായ ആയിരിക്കും, അത്രയും മിനിമം അതായിരിക്കും. ഇപ്പൊ എവിടെങ്കിലും ഹോട്ടലിൽ പോയാലും ഒരു ദോശയുടെ പകുതി ഉള്ള കറിയും കഴിച്ചാൽ അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും കഴിക്കാനേ പറ്റുള്ളൂ. ചിലപ്പോ ഒരു അച്ചാറായിരിക്കും, അച്ചാറും കട്ടൻ ചായ ആയിരിക്കും, അങ്ങനെ കഴിക്കുന്ന ദിവസങ്ങളുണ്ട്. അത് മാത്രമല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമ്മളെ ഈ എവിടുന്നൊക്കെ നമുക്ക് സഹായിച്ചെന്ന് ഉറപ്പില്ല, അപ്പം ഓരോട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു അങ്കിള് എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ സഹായിച്ചിട്ടുണ്ട്. വേറൊരു അങ്കിള് എനിക്കൊരു ഗൂഗിൾ പേ ഉണ്ട്, ആ ഗൂഗിൾ പേക്കകത്ത് ആങ്കിൾ എല്ലാ മാസവും 10,000 രൂപ വെച്ച് ആങ്കിൾ അയച്ചു തരുന്നുണ്ട്. ആങ്കിള് വലിയൊരു ആങ്കിളുടെ പേര് കറക്റ്റ് എനിക്ക് അറിയത്തില്ല. ആങ്കിള് എങ്ങനെ അയക്കുന്നത്, എനിക്ക് ഗൂഗിൾ പേ വഴിയല്ല അയക്കുന്നത്. ആങ്കിള് വേറെ ഏതൊരു രാജ്യത്താണ്. അപ്പോൾ ആങ്കിൾ എല്ലാ മാസവും അയച്ചു തരുന്നുണ്ട്. അത് മാത്രമല്ല ഒരുപാട് പേര് നമ്മളങ്ങനെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ആവശ്യം എന്ന് വെച്ചാൽ വേണ്ട, ഇത് മൊത്തം ബില്ലാണ്. വലിയൊരു തുകയാണ് ആവശ്യം. വേണ്ട, ഇത് മൊത്തം ബില്ലാണ്. വേണ്ട, ഇത് മൊത്തം ബില്ലാണ്. വേണ്ട, ഇത് മൊത്തം ബില്ലാണ്. ഇതിനകത്ത് ബില്ലല്ലാത്ത ഇതിനകത്ത് ഒരു വകയുമില്ല. വേണ്ട, ഇതെല്ലാം ബില്ലാണ്. വേണ്ട, ഇത് 150 കൂടുതൽ ബില്ല് മാത്രം ഈ പേജിൽ കാണും. അത് മാത്രമല്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അടുത്ത മാസം ഒക്ടോബർ 22-ാം തീയതി അവിടെ അഡ്മിറ്റ് ആവാനുള്ള പേപ്പറാണ്. ഈ പേപ്പർ ആ നല്ലവടത്തേക്ക് എഴുതിയിട്ടുണ്ട്. അതുപോലെ സ്കാനൊക്കെ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഈ 22-ാം തീയതി അവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ടാണ് ഉള്ള സ്കാനെല്ലാം ഉള്ളത്. അത് മാത്രമല്ല, എൻ്റെ അമ്മയുടെ ഇപ്പോൾ സർജറി ചെയ്ത മുഴയുടെ വലുപ്പമായിരുന്നു ഇത്. 10.5 കിലോ ആയിരുന്നു ഈ മുഴയുടെ വെയിറ്റ്. 10 കിലോ. ഡോക്ടർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 3.5 കുഞ്ഞിന്റെ വെയിറ്റ് ആയിരുന്നു ഇത്. അപ്പൊ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ അമ്മയെ സർജറി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറക്കിയപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ക്രിട്ടിക്കലാണ്. അപ്പം പെട്ടെന്ന് തന്നെ ക്രിട്ടിക്കൽ ഐസിയിലോട്ട് വെന്റിലേറ്റർ വെച്ചാണ് കൊണ്ടുവന്നത്. ക്രിട്ടിക്കൽ ഐസിയിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു, വെന്റിലേറ്ററിലോട്ട് കയറ്റാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനും കാണിക്കാൻ നിൽക്കേണ്ട സമയമില്ലെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാനും ആ ഇതിന്റെ കൂടെ സെൽച്ചറിന്റെ കൂടെ കൊണ്ട് തന്നെ പോയി അവിടെ കയറ്റി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ആദർശ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവച്ച് പഠിപ്പിച്ച ചേട്ടനാണ്. ആ ചേട്ടൻ ഫുൾ മനസ്സോടെ തന്നെ ഞങ്ങൾ അവിടെ വന്ന് നിൽക്കുകയും 8 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോയത്. അത് മാത്രമല്ല, ആദർശ നല്ല ഒരുപാട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ആദർശാന്റെ ചേച്ചി ആൻസി ചേച്ചി ഒരു 5,000 രൂപ കൂടുതലായി 20,000 രൂപ തരികയും ചെയ്തു. എന്നെ അവിടെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവിടുത്തെ ബസ്സിന്റെ കൂലി അനുസരിച്ച് കൂടുതലാണ്. അതെല്ലാം ആൻസി ചേച്ചി ആദർശാനും എല്ലാവരോടാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ആൻസി ചേച്ചി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എനിക്കൊരു ഭാവി കണ്ടുപിടിച്ച് തരുമെന്ന് തന്നെ ആൻസി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ പഠിക്കുന്നത് സെന്റ് മേരീസ് പട്ടം എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെ ആ കുടുംബം എന്നോട് ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ പപ്പായും മമ്മിയും എന്നെ ഒരുപാട് എൻ്റെ മക്കളെ പോലാണ് അവർ കാണുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 100 വട്ടമെങ്കിലും ഇങ്ങോട്ട് വിളിച്ച് അവൻ വന്നോ എന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. എന്താ വെച്ചാൽ അവിടുത്തെ അമ്മച്ചിക്ക് അത്ര ഇഷ്ടമാണ് എന്നോട്. എന്താ വെച്ചാൽ അവിടുത്തെ ഒരു കൊച്ചുമോനെ പോലാണ് എന്നെ ഇപ്പൊ അവിടെ കാണുന്നത്. എന്താ വെച്ചാൽ അവിടെ ഒരുപാട് എന്നെ അവർ സഹായിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ അവിടുത്തെ ചേച്ചിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയോടൊക്കെ അടിയുണ്ടാക്കും, എല്ലാം ചെയ്യും, കളിക്കും, എല്ലാം ചെയ്യും. അവരെന്നെ കറങ്ങാൻ കൊണ്ട് എല്ലാം ചെയ്യും. അപ്പൊ ഞാൻ അവിടെ പഠിക്കുന്നത് ഇപ്പൊ എനിക്ക് എന്റെ മനസ്സിന് തന്നെ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ വെച്ചാൽ ഒരു 5ാം ക്ലാസ് തൊട്ട് ഞാൻ ജോലി ചെയ്ത് തുടങ്ങി. എന്താ വെച്ചാൽ ഈ അമ്മയുടെ കാണുമ്പോൾ നമുക്ക് ചുമ്മാ ഇരിക്കാൻ തോന്നത്തില്ല. ചില ദിവസങ്ങളിൽ 60 ലോട്ടറി എടുത്ത് 30 ലോട്ടറി ബാക്കിയ ദിവസങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ലോട്ടറി കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കടം പറയാൻ പറ്റത്തില്ലെന്നല്ല, അവിടെ കടം തന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് വട്ടം ആശുപത്രി പോകാനുള്ള പൈസ അവിടെ നിന്നാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് സഹായം നമ്മുടെ ശ്രീശാസ്ത്രി പറഞ്ഞ ലോട്ടറി സെന്ററിൽ നമ്മൾ ലോട്ടറി എടുക്കുന്നു. അവർ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സഹായം നമ്മുടെ മാളുകാട് ഞങ്ങളുടെ അമ്മയ്ക്ക് ഇപ്പൊ 3ാമത്തെ റാങ്ക് ഫിജിക്കാർഡിൽ അടിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങളുടെ അമ്മയെ വിളിച്ച് ചോദിക്കുന്നവരെ എല്ലാവരുടെ അടുത്തും ഞങ്ങളുടെ അമ്മ ഫിജിക്കാർഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ബോച്ചയുടെ ഏറ്റവും നല്ലൊരു കമ്പനിയാണ് ഫിജിക്കാർഡ്. അതിനകത്ത് ചെയർമാനോടാണ് ജോബ് സാറ്. അങ്ങനെ ഇതിനകത്ത് വർക്കിന് പോയി കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ് കിട്ടുമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ അമ്മയ്ക്ക് ഇങ്ങനെ നടക്കാനൊന്നും ഒരുപാട് പറ്റില്ല. എന്നാലും അമ്മയ്ക്ക് അറിയാവുന്നവരൊക്കെ ചെയ്തു കൊടുക്കും. ആളുകളൊക്കെ ഒരുപാട് നമ്മളെ സഹായിച്ചു. ജോബ് സാർ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ തന്നെ ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞിരിക്കുക വെച്ച് കഴിഞ്ഞാൽ ഈ ബില്ലെല്ലാം കൂടെ നമുക്ക് ഈ ബില്ലെല്ലാം കൂടെ നമ്മൾ കൂട്ടി നോക്കിയായിരുന്നു. നമുക്ക് എത്ര രൂപ ആയെന്ന് കറക്റ്റ് അറിയാത്തോണ്ട് നമ്മൾ ഇത് മൊത്തം കൂട്ടി നോക്കിയപ്പോ 7 ലക്ഷം രൂപയുടെ ബില്ല് മാത്രം ബില്ലുണ്ട്. ഇനി ഒരുപാട് ബില്ല് കൂട്ടാൻ തന്നെ ഇരിപ്പുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുതും വലുതായിട്ട് കൂട്ടിയത് മാത്രമായിട്ട് 7,34,000 രൂപയാണ് കൂട്ടിയത്. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു ഫയലിൽ ഇരിക്കുന്ന മാത്രമേ നമ്മൾ ഇതിപ്പോ എടുത്തിട്ടുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബില്ലുകളും ചെറുതും വലുതുമായിട്ടുള്ള
ഒരു 500 രൂപയുടെ മണ്ടയ്ക്കോട്ടുള്ള ബില്ലുകൾ മാത്രമാണിത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 94,000 രൂപയുടെ ബില്ലുണ്ട്, 10,000 രൂപയുടെ ബില്ലുണ്ട്, അങ്ങനെ ഒരുപാട് ഉണ്ട്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ വലിയ ബില്ലുകൾ മാത്രമേ ഉള്ളൂ. വേണ്ട, ഇതിനകത്ത് 10,000 രൂപയുടെ ബില്ലുണ്ട്. വേണ്ട, ചേട്ടൻ നോക്കിക്കോളൂ. വേണ്ട, ഒരുപാട് രൂപയുടെ 4,819 രൂപയുടെ ബില്ലുണ്ട്. അങ്ങനെ ഇതിനകത്ത് ഒരുപാട് 20,000 30,000 രൂപയുടെ ബില്ലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് കാർഡ് ഇല്ലെങ്കിൽ അവിടെ നിന്ന് എല്ലാ സാധനവും പുറത്ത് തന്നെ പോയി മേടിക്കണം. എന്താ വെച്ചാൽ അവിടുന്ന് പുറത്തുനിന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വെല്ലുമിയായിരുന്നു ആദ്യമേ വന്ന് നിന്നത്. വെല്ലുമിയോട് ചോദിച്ചാൽ ഒരുപാട് അറിയാൻ പറ്റും. എന്താ വെച്ചാൽ വെല്ലുമി ഞാൻ അവിടെ അങ്ങനെ ഒരുപാട് നിന്നിട്ടില്ല, കുറച്ച് ദിവസം നിന്നിട്ടുള്ളൂ. എന്താ വെച്ചാൽ വെല്ലുമിയാണ് ഒരുപാട് നിന്നിട്ടുള്ളൂ. കയറി ഇറങ്ങി വെല്ലുമിയുടെ പണി കഴിഞ്ഞെന്ന് തന്നെ ഞാൻ പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ അപ്പോൾ പോയി മേടിച്ച് കൊടുക്കണം. അത് നമ്മൾ പുറത്ത് പോയി തന്നെ മേടിച്ചു കൊടുക്കണം. അത് പുറത്ത് പോയി മേടിച്ച് കൊടുക്കുകയും വേണം. മേടിച്ച് കൊടുത്തിട്ട് പിന്നെ അപ്പം തന്നെ ഒരു സാധനം പറഞ്ഞാൽ അപ്പോഴും പോയി മേടിച്ചുകൊണ്ട് വരണം. അതൊരു പഞ്ഞി പോലും നമുക്ക് അവിടുന്ന് പാടോ എന്തെങ്കിലുമൊക്കെ എന്തായാലും മേടിച്ച് കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ വെച്ച് തന്നെ നടന്നു. പിന്നെ നമ്മൾ ഒരാളെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ, അതൊക്കെ ഒരാളെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ഒരു പള്ളിയുടെ ഹോസ്റ്റൽ പോയി ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് അപ്പച്ചനൊക്കെ അവിടെ തന്നെയാണ് നിന്നത്. പാസ് എടുത്ത് അപ്പച്ചൻ അകത്തോട്ട് കയറും, അമ്മയെ കാണും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ വെച്ചാണ് നടന്നത്. പിന്നെ അപ്പച്ചനും വയ്യാതിരിക്കുകയാണ്, അവരൊരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഈ ഇടയ്ക്ക് നടുവേദന, ഭയങ്കരമായ നടുവേദനയായിരുന്നു. അങ്ങനെ പപ്പായെ കരുനാപ്പള്ളി കൊണ്ടുപോയപ്പം പപ്പായ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിന് എഴുതി തന്നു. അവിടെ CT സ്കാൻ എടുത്തപ്പം നട്ടലിന് മുഴയും ഹിരണ്യായുവാ. അതും 15-ാം തീയതി, അതും ഒക്ടോബർ 15-ാം തീയതി സർജറിക്ക് ഡേറ്റ് തന്നേക്കുക. ആ ഡേറ്റ് സർജറിക്ക് ഒക്ടോബർ 15-ാം തീയതി പപ്പായ്ക്ക് ഡേറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കയറുന്നത്. ഞാൻ കയറിയ ഉടനെ എനിക്ക് 22-ാം തീയതി ഡേറ്റ് തരികയും ചെയ്തു. എനിക്ക് ഒക്ടോബർ 22-ാം തീയതി ഡേറ്റ് തന്നേക്കും. എനിക്ക് സർജറി നടത്തണം, ഉടൻ തന്നെ സർജറി നടത്തണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ഇതിനി ഇരുന്ന് വീർത്ത് വരും, പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 22-ാം തീയതി സർജറി ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ലേറ്റ് ആയിക്കഴിഞ്ഞാൽ ഇനി വളരും. ഇപ്പം തന്നെ ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ കൊണ്ടായി, മറ്റേ എൻ്റെ വയറങ്ങ് പോയായിരുന്നു. ഇപ്പൊ ഈ കുറച്ച് ദിവസം കൊണ്ട് ഇത്രയും വീർത്തിരിക്കുന്നത്. ഇപ്പൊ ആഹാരം കഴിച്ച് വീർക്കുമല്ല മുത്തേ. ആഹാരം എന്ന് പറഞ്ഞാൽ കട്ടൻ ചായ, ഒരു 1/2 ഗ്ലാസ് കട്ടൻ ചായയും 2 സ്പൂണ് അവിയൽ, അല്ലെങ്കിൽ ശകലം തോരൻ, പിന്നെ എണ്ണയുള്ളതൊന്നും കഴിക്കാനൊക്കത്തില്ല. ചപ്പാത്തി അങ്ങനെ കഴിക്കാനൊക്കത്തില്ല. ഓട്സ് കഴിക്കാനൊക്കത്തില്ല. ഓട്സ് കഴിച്ച് ആദ്യം 2 ദിവസം കഴിച്ച് പിന്നെ മനം മറിക്കും, പിന്നെ കാണുമ്പോഴേ അങ്ങ് ഛർദ്ദിക്കാൻ വരും. ചേട്ടന് കറക്റ്റ് പറയണമെങ്കിൽ ഇതുകൊണ്ട് ഇന്നെടുത്ത കട്ടൻ ചായ ആണ് അത്. ആ കട്ടൻ ചായ ഇതുവരെ കുടിച്ചിട്ടില്ല. എന്താ വെച്ചാൽ അത് ഇറങ്ങുന്നില്ല, നെഞ്ചരിച്ചില്ലാന്നാ പറയുന്നത്. നമ്മള് കഴിക്കുമ്പോ ഇവിടെ വന്നിരിക്കത്തേ ഉള്ളൂ. പിന്നെ ചിലപ്പം കുറച്ച് കഴിയുമ്പോ ഇത് പെതുക്കെ ഇറങ്ങും. അതല്ലെങ്കിൽ അന്നേരം ഛർദ്ദിക്കും. ഇവിടെ അങ്ങ് തടഞ്ഞങ്ങ് ഇരിക്കത്തുള്ളൂ. താഴോട്ട് വരത്തില്ല. നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അല്ലെങ്കിൽ അഥവാ എന്തെങ്കിലും ഒരു ഇച്ചിരി എണ്ണമായ എന്തെങ്കിലും എൻ്റെ വയറ്റിലോട്ട് അന്നേരം വയറിളകും, അല്ലെങ്കിൽ ഛർദ്ദിക്കും. ഈ 2 ഐറ്റങ്ങൾ ഇങ്ങനെ മുന്നിൽ നിൽക്കുക. ഡോക്ടർ പറയുന്നത് ഈ സർജറിയും കൂടെ കഴിയാതെ ശരിയാവത്തില്ലെന്നാ. ഈ സർജറിയും കൂടെ കഴിഞ്ഞെങ്കിൽ അത് കറക്റ്റായി വരുത്തുള്ളെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. സർജറി കഴിഞ്ഞാൽ ചിലപ്പം ഓക്കെ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം എനിക്കിപ്പം ബോച്ചെ വന്ന് എനിക്ക് 5 ലക്ഷം രൂപ തന്നായിരുന്നു. ഡോക്ടർ അനന്ത് സാർ വന്ന് 2 ലക്ഷം രൂപ തന്നായിരുന്നു. പിന്നെ എന്നെ ചെറുതും വലുതുമായിട്ട് ഓരോരുത്തരും എന്നെ സഹായിച്ച്, 1 രൂപ തൊട്ട് എന്നെ ഓരോരുത്തരും സഹായിച്ച്, ഗൂഗിൾ പേ വഴിയായിട്ട് എന്നെ സഹായിച്ച്. എനിക്ക് അവർക്ക് ഞാൻ എല്ലാ ദിവസവും അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ചെറുതും വലുതുമായി തന്ന എല്ലാവരും അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴത്തെ അടുത്ത സർജറി വന്ന് കിടക്കുന്ന എനിക്ക് അതുകൊണ്ട് ഭയങ്കര വെപ്രാളം. ഇപ്പം മറ്റതിനെക്കാട്ടി കൂടുതലും വെപ്രാളമാ മോനെ. സത്യം പറയാം, ഞാൻ കള്ളം പറയുമല്ല. എൻ്റെ മക്കളോട് എനിക്ക് ഭയങ്കരമായ വിഷമവും വരുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്നൊക്കെ എൻ്റെ മനസ്സിലൊരു വെപ്രാളം വരുന്നുണ്ട്. ഞാൻ എപ്പോഴും കരയുന്നുണ്ട്, അവരെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. എനിക്കിപ്പം നടക്കാനൊക്കുന്നില്ല. മറ്റേതുപോലെ തന്നെ എൻ്റെ വയറ് വീങ്ങി വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ പേടിയാവും. പറഞ്ഞ ചേട്ടനൊരു കാര്യം അറിയണമെങ്കിൽ ഈ ഫോട്ടോ ഉണ്ടോ? ഈ ഫോട്ടോയ്ക്കകത്ത് ഈ മോന്തയാണോ ഇപ്പൊ ഇരിക്കുന്നത്? നമ്മുടെ 33 കിലോ ആണ് ഇപ്പൊ കുറഞ്ഞിരിക്കുന്നത്. ഈ 33 കിലോ കുറഞ്ഞെന്ന് വെച്ചാൽ 10.5 കിലോ 120 കിലോ ആയിരുന്നു. 120 കിലോ ആയിരുന്നു. ഇപ്പൊ 89 വന്നു. അത്ര ഫുഡ് കഴിക്കുന്നില്ലല്ലോ ചേട്ടാ. അത് മാത്രമല്ല, ഫുഡ് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഫുഡ് കഴിക്കുമ്പോ ഛർദിക്കുകയാണ്. അപ്പൊ എത്ര കഴിച്ചാലും അത് ഛർദിച്ച് ആശ്വസിക്കും. അമ്മയുടെ ഏറ്റവും വലിയ പേടി എന്താ? പേടി മക്കളാ. എന്റെ സർജറി
കഴിഞ്ഞ എന്റെ മക്കളെ തിരിച്ചു വന്ന് കാണണമെന്ന് ഒറ്റ ഒരു ആഗ്രഹമുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത് ഇനി വീർത്ത് വീർത്ത് വന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയി എന്റെ പൊന്നുമൊക്കെ കാര്യമില്ലാതെ വരത്തില്ലേ? എന്റെ പൊന്നുമോനും പൊന്നുമോളും കണ്ടിരിക്കുന്ന രണ്ടുപേർക്കും ആരുമില്ലാതെ വരത്തില്ലേ? പിന്നെ എന്റെ മോളെപ്പോഴും എന്നെ ഒരു സഹായിയാ. മോനായാലും ഞാൻ എന്തെങ്കിലും അടുക്കള ചെയ്യുമ്പോഴായാലും ഓടി വന്ന് എന്റെ കൂടെ വന്ന് ചെയ്തു തരും. ഞാൻ പറയണ്ട, എനിക്ക് ചെയ്തു തരും, ഉറപ്പായിട്ടും ചെയ്തു തരും. ഞാൻ എന്തെങ്കിലും അവിടെ നിന്ന് ചെയ്യും. ദിവസം ചെയ്തോണ്ട് നിന്ന് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ചെയ്തോണ്ട് നിന്ന സമയത്ത് തന്നെ പുറകോട്ട് മറിഞ്ഞു വീണ്. പണ്ട് തൊട്ടേ ഉണ്ടോ? പണ്ട് തൊട്ടേ ഉണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ മറിഞ്ഞു വീണായിരുന്നു. അങ്ങനെ മറിഞ്ഞു വീണ് തല വന്നടിച്ചായിരുന്നു. അത് പിന്നെ അത് കഴിഞ്ഞിട്ട് നട്ടലിന് ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്കുക. നട്ടലിന് ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്കുക. പിക്സിന്റെ അസുഖം അടുപ്പി വീണ, അടുപ്പിനകത്ത് വീണത്, അടുപ്പിനകത്ത് വീണത്. ഇത് 11 വയസ്സ് തൊട്ട് ശ്രീചിത്രായിലെ ചികിത്സയാ. ഇപ്പൊ എനിക്ക് 40 വയസ്സായി. ഇപ്പോഴും ശ്രീചിത്രായിലെ ചികിത്സയാ. ശ്രീചിത്രയിലായി, ഇപ്പം വീണ്ടും കോട്ടയത്തെയായി. കോട്ടയത്ത് ഇതുപോലെ എന്റെ ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. എന്താ അസുഖം? ഇപ്പം വയറില് ഉള്ള ഈ അസുഖം ഉണ്ടല്ലോ, അതപ്പം എത്ര നാള് മുമ്പാണ് ഇങ്ങനൊരു അസുഖം ഉണ്ടെന്ന്? 21 തൊട്ട് നമ്മള് പുഷ്പരി കണിക്കുക. സ്വന്തമായിട്ട് എങ്ങനെയാ മനസ്സിലായത് അങ്ങനെ പ്രശ്നം? ഇങ്ങനെ ഇവിടെ കൊണ്ടൊരു വീർത്ത് ഇങ്ങനെ വരുന്നു. പിന്നെ വയറിങ്ങനെ വീർത്ത് വരുമായിരുന്നു. ഈ വീർത്ത് വരും, ഇവിടെ വീർത്ത് വരുന്ന പറഞ്ഞാൽ ഇവിടെ അങ്ങ് വെളി വന്നു, മുഴ ഇങ്ങനെ വെളി വരാൻ തുടങ്ങി. ഇത്ര വീർത്ത് 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 വരുന്നുണ്ട്. അതിന്റെ അനുസരിച്ച് പിന്നെ നടക്കുമ്പോ ശ്വാസം മുട്ടല്. പിന്നെ ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ അപാര ശ്വാസം മുട്ടല. ശ്വാസം മുട്ടി എവിടെങ്കിലും അങ്ങ് വീഴുന്ന രീതിയില്ല. അന്നേരം എന്നെ ആരെങ്കിലും പിടിച്ചില്ലെങ്കിൽ ഞാൻ വീഴും ശ്വാസം മുട്ടുന്ന സമയത്ത്. അമ്മയ്ക്ക് ഇപ്പൊ ഇതേപോലെ ഒരു ഫസ്റ്റ് ഇങ്ങനെ ഇതുണ്ടെന്ന് മനസ്സിലായി. അപ്പം ഈ ഒരു അസുഖം ഉള്ളപ്പം എന്തൊക്കെയാണ് നമുക്ക് പറ്റുന്നത്? അതായത് എങ്ങനത്തെയൊക്കെ വേദനകളാണ് നമുക്ക് അനുഭവിക്കുന്നത്? അടിവയറിനകത്ത് വേദനയായിരുന്നു, കുത്തി വേദനയായിരുന്നു. കുത്തി വലിച്ചുള്ള വേദനയും ശ്വാസം മുട്ടലും. ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ അപാര ശ്വാസം മുട്ടലായിരുന്നു. നടക്കാനൊന്നും നോക്കത്തില്ല. നടന്ന ഉടനെ ഞാൻ എവിടെങ്കിലും വീഴും. ഞാൻ അപ്പോഴത്തേക്ക് വിയർത്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എവിടെങ്കിലും വീഴും എന്നുള്ള ആ ഒരു ഇതാവും. പിന്നെ ചില സമയങ്ങളിൽ അങ്ങനെ ശ്വാസം മുട്ടൽ കൂടുന്ന സമയത്ത് കണ്ണ് കാണാൻ വയ്യാതെ വരിക. കണ്ണ് കാണാൻ വയ്യാതൊക്കെ വരും. പല പ്രാവശ്യങ്ങളിലും ഞാൻ അങ്ങനെ വീണിട്ടുണ്ട്. അപ്പം മരുന്നൊക്കെ എങ്ങനെയാ? മരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നു കഴിഞ്ഞിട്ട് മാത്രമുള്ള മരുന്നാണ്. ഈ മരുന്ന് മൊത്തം രാത്രിയും രാവിലെയും കഴിക്കണം. ഇത് മൊത്തം ഒരു ദിവസം കഴിക്കാനുള്ളതാണോ? ഇത് മൊത്തം ഇതിനകത്തെല്ലാം ഓരോരോ ഗുളിക വെച്ച് രാവിലെയും വൈകിട്ട് കളിക്കാം. എന്താ കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഇത് കണ്ടോ, ഈ ഗുളിക മൊത്തം 22-ാം തീയതി മുമ്പ് തീരും. ഇത്രയും ഗുളിക 22-ാം തീയതി മുമ്പേ തീരും. ആ 22-ാം തീയതി മുമ്പ് തീർന്നിട്ട് വേണ്ടേ നമ്മളൊരു കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്ര ഗുളിക കയറും? അത്രയും ഗുളിക ഉണ്ട്. വേണ്ട, ഈ കുപ്പിക്കകത്തൊരു ഗുളികയാണ്. വേണ്ടേ കണ്ടോ, ഇതെല്ലാം ഗുളിക ഉണ്ട്. കണ്ടോ, ഇതൊരു ടാബ്ലറ്റ് ആണ്. ഇങ്ങനെ ഒരുപാട് ഗുളികകൾ എല്ലാം ഉണ്ട്. ഇത് അടച്ചു നോക്കുമ്പോ നമുക്ക് ഇതേണ്ട, ഇത് ഒരുപാട് ഗുളികയുണ്ട്. അല്ലാതെ തന്നെ വേറെ ചന്നിയുടെ ഗുളികയുണ്ട്. അതും രാവിലെ കഴിക്കണം. ഗുളിക കഴിക്കണം. അതായത് പണ്ട് ഇപ്പം ഇല്ല. അതായത് മരുന്ന് ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. ശ്രീചിത്രയിലെ മരുന്ന് ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ വന്നിട്ട് കുറെ നാളായി. അങ്ങനെ സർജറി നടന്നത്. അടുത്ത ഈ സർജറി ഇപ്പൊ നടത്താൻ പോന്നു. EG എല്ലാം എടുത്തിട്ടായിരുന്നു അന്നേരം നടത്തിയത്. ഇത്തവണ സർജറി ഓക്കെ ആവുകയാണെങ്കിൽ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റുമോ? ഓക്കെ ആയ തിരിച്ച് ജീവിതത്തിലേക്ക് എത്താവുന്ന ഡോക്ടർ പറഞ്ഞു. എത്രാമത്തെ വയസ്സോട്ടാ ഇങ്ങനത്തെ ഒരു വിഷമം ഇല്ലെങ്കിൽ ഒരു ദുരന്തം എന്ന് പറയാം? ഞാൻ 11 വയസ്സോട്ട് അനുഭവിക്കോ. എന്റെ ഇവിടെ അടിവയറിന്റെ താഴ്വശത്തായിട്ട് പശു കുത്തി കീറിയതാ. പശു കുത്തി കീറിയതാ. 48 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. എന്റെ അടിവയറിന്റെ തൊട്ട് താഴെയായിട്ട് എന്നെ പശു കുത്തി കീറിയതാ. അതൊക്കെ കഴിഞ്ഞപ്പോ തൊട്ടാ എനിക്ക് ഇത്രയും വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. 10ാം ക്ലാസ്സിൽ സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ബാത്റൂമിലോട്ട് പോകുമ്പോ വേറൊരാൾ കൂടെ പോയില്ലെങ്കിൽ വീണ് കഴിഞ്ഞാൽ അറിയത്തില്ല. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, 10ാം ക്ലാസ്സിൽ സ്കൂളിലൊക്കെ പോകുമ്പോ വേറൊരാൾ കൂടെ വന്നില്ലെങ്കിൽ ബാത്റൂമിനകത്ത് തല അടിച്ച് കിടക്കും.
എന്താ വെച്ചാൽ ആ സമയത്ത് ജെന്നിയുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ അപ്പച്ചനും അറിയത്തില്ല അപ്പൊ ഏത് ആശുപത്രി കൊണ്ടുപോകണം. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ശ്രീചിത്രനൊക്കെ പറയാൻ വലിയ ആശുപത്രിയല്ലേ, അപ്പച്ചനൊക്കെ അങ്ങനെ വലിയ ഇതൊന്നും കൊണ്ടുപോകാനൊന്നും പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു. അത് മാത്രമല്ല എൻ്റെ ഒരു സമയം തൊട്ട് ഞാൻ അമ്മ ചന്നി വരുന്നതും അത് തന്നെ നമ്മുടെ തിരുവനന്തപുരം ശ്രീചിത്രയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ആദ്യത്തെ വീഡിയോ എടുത്തു തന്നത് അനന്ത് സാറാണ്. പിന്നെ അമ്മച്ചിക്കടയിലൊരു അങ്കിളാണ് നമുക്ക് ലോട്ടറി അങ്കിളിനെ കൊടുത്തായിരുന്നു. അപ്പൊ ആ ലോട്ടറി അടിച്ചപ്പം ആ അങ്കിളാണ് അനന്ത് ചേട്ടനെ കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ ആ ചേട്ടൻ വഴിയാണ് നമ്മൾ ആദ്യമത്തെ ഒരു വീഡിയോ ഇട്ടത്. പിന്നെ തന്നെ നമുക്ക് എനിക്ക് 3 സൈക്കിൾ കിട്ടിയത്. അതിനകത്ത് ഒരു സൈക്കിൾ ഞാൻ ഒരാൾക്ക് കൊടുത്ത്. ഞങ്ങൾ അനീശങ്കൾ എന്ന് പറഞ്ഞാൽ അനീശങ്കളാണ് നമുക്ക് ഒരു സൈക്കിൾ മേടിച്ചത്. പിന്നെ ഒരു ചേച്ചിയുടെ പേരെന്തായിരുന്നു, നീതു ചേച്ചി ദുബായിലാണ്. നീതു ചേച്ചി എനിക്ക് ഒരു വട്ടം മുട്ടായി കൊടുത്തു വിട്ടു, ഒരു വട്ടം ഇവക്കൊരു സൈക്കിൾ കൊടുത്തു വിട്ടു. അങ്ങനെ അവരും 3 പേര് സഹായിച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ അവര് പൈസ തന്ന് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ആങ്കിള് തന്നെ ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അലീനയ്ക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കുന്ന ആ ചേട്ടൻ തന്നെയാണ്. പിന്നെ അവർക്ക് പാട്ട് ക്ലാസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ചേട്ടൻ തന്നെ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ആ ചേട്ടന് ഒരു മോൾ എങ്ങനെ കാണുന്നു അങ്ങനെ തന്നെയാണ് കാണുന്നത്. സാവുപ്പ അങ്ങനെ തന്നെയാണ് കാണുന്നത്. സാവുപ്പ എൻ്റെ ഈ 14-ാം തീയതി എൻ്റെ ആതിർവാനയായിരുന്നു. അത് കഴിഞ്ഞതേ ഉള്ളൂ. അത് മാത്രമല്ല അത് കഴിഞ്ഞ് മാളുമേടൊക്കെ വന്നായിരുന്നു. ഫിജിക്കാളിൽ ഒരുപാട് പേര് അതിനകത്ത് സഹായിച്ചിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അജിത്ത് ചേട്ടനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അജിത്ത് ചേട്ടനൊക്കെ വന്ന് നമുക്ക് ഫിജിക്കാളിലുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയും നമുക്ക് ഇപ്പോൾ ഒരു വർക്ക് എടുക്കാൻ വേണ്ടി അജിത്ത് ചേട്ടൻ വരികയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള നമ്മുടെ ബോച്ചയാണ്. ബോച്ച നമ്മൾ ഒരുപാട് സഹായിച്ചെന്ന് വെച്ചാൽ ബോച്ച ആ പൈസ തന്നതിൽ ഉപരി തന്നത് കൊണ്ടാണ് വീടുമില്ലായിരുന്നു, വസ്തുവില്ലായിരുന്നു കേട്ടോ. വസ്തു നമുക്ക് ഇതിന്റെ ഇപ്പുറത്ത് ഷേമാൻഡി ഉണ്ട്, ഷേമാൻഡി എന്നാണ് പറയുന്നത്. അപ്പൊ ഷേമാൻഡിയാണ് നമുക്ക് 5 സെന്റ് വസ്തു തന്നത്. പിന്നെ നമ്മുടെ 4 സെന്റ് വസ്തു തന്നത്. പിന്നെ നമ്മുടെ പള്ളിയിൽ അച്ഛൻ നെല്ലിമിലച്ഛനുണ്ട്, നെല്ലിമിലച്ഛൻ. അപ്പൊ നെല്ലിമിലച്ഛൻ നമുക്ക് നമ്മുടെ ചക്കോളി 2 പേര് ചേർന്നാണ്, ബിനിലങ്കിളും ജേക്കബ് അങ്കിളും ചേർന്നാണ് നമുക്ക് ഈ വീട് വെച്ച് തന്നത്. അവർ ഒരുപാട് നമുക്ക് ഈ വീടിനകത്ത് കാര്യങ്ങൾ ചെയ്തു തരിക എല്ലാം ചെയ്തായിരുന്നു. നമ്മുടെ പാലുകാച്ചിനൊക്കെ അവർ വന്നായിരുന്നു. അവരുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. വേണ്ടേ മറുപടി ഓക്കെ. ഇതാണ് ബിനിൽ അങ്കിള്. ജേക്കബ് അങ്കിള് വന്നില്ല, ജേക്കബ് അങ്കിള് ദുബായിലാണ്. അപ്പൊ അമ്മച്ചി അടുത്തേക്ക് ഞങ്ങൾ പോവാറുണ്ട്. ഇതാണ് ഷേമാൻഡി. ഇത് ഞാനാണ്. അപ്പൊ ഇത് ഷേമാൻഡി, ഇതാണ് നമുക്ക് വസ്തു തന്ന ആന്റി. അത് ഷേമാൻഡിയുടെ മോനാണിത്. അതുപോലെ തന്നെ ഇത് മെമ്പർ, ഇത് നമ്മുടെ ഇവിടുത്തെ മെമ്പറാണ്, പഞ്ചായത്ത് മെമ്പറാണ്. എല്ലാരും സഹായിക്കുന്നത്. പക്ഷെ നമുക്ക് ഇനി വേണ്ടത് വലിയൊരു തുകയാണ്. വലിയൊരു തുകയാണ്. ആ കഴിഞ്ഞ ഓപ്പറേഷന്റെ പോലെ തന്നെയാണ് ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ സഹായം എല്ലാം തന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മള് ഒരുപാട് ഈ ലോകത്തുള്ള എല്ലാവരും നമുക്ക് ചെറുതും വലുതും എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ചെറുതായിട്ടല്ല, ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെ നമ്മൾ തുക വന്നെന്ന് പറയുന്നില്ല, നമ്മൾ ഒരുപാട് സഹായിച്ചവരും എല്ലാവരും കൂടുതലായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ അമ്മയ്ക്ക് സഹായിച്ച വെച്ചാൽ ബോച്ച അനന്ത് സാറുമാണ്. അനന്ത് സാർ നമ്മൾ ഒരുപാട് സഹായിച്ചെന്ന് വെച്ചാൽ എല്ലാ വീഡിയോയുടെ താഴെയും നമ്മൾ ആ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഡോക്ടർ ഒരുപാട് പേര് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബോച്ചയുടെ പേര് ഒരുപാട്, ബോച്ചയും ഡോക്ടർ അനന്തു എന്ന് പറഞ്ഞ് ആ വീഡിയോയുടെ അടിയിലെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് ഒരു ആന്റിയാണ്, ആന്റിയുടെ പേര് ഞാൻ കറക്റ്റ് മറന്നുപോയി. ആ ആന്റിയാണ് ബോച്ചയിലോട്ടെല്ലാം അയച്ച് നമ്മുടെ മാളുമേടമാണ് ഏറ്റവും കൂടുതൽ എത്തിച്ചത്. 2-3 വട്ടം ബ്ലഡ് ചെക്ക് ചെയ്യണം. അപ്പം എന്തായാലും എല്ലാ ദിവസവും ഓരോരോ ചെക്കപ്പുകളുണ്ട്. ബ്ലഡ് എല്ലാം, CT സ്കാൻ അല്ല, അല്ലാതുള്ള ECG അതെല്ലാം ഉണ്ട്. അപ്പം ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പച്ചനെ ഇടയ്ക്ക് വയ്യാതെ വന്നു അപ്പച്ചന് എഴുന്നേക്കാൻ പറ്റാതായി. പിന്നെ അപ്പച്ചന് ജസ്റ്റ് പ്രോബ്ലം ഒക്കെ വന്ന് അപ്പച്ചന് ഇച്ചിരി അവശതയായി. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് അപ്പച്ചൻ്റെ ഇവിടെ ഒരു മുഴയുണ്ടെന്ന് അറിയുന്നത്. പിന്നെ അമ്മയാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നടക്കണം, പക്ഷെ അമ്മയ്ക്ക് അതിനും പറ്റുന്നില്ല, എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. ഒരു ബുദ്ധിമുട്ടാണ്, ഈ വയറും വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല.
അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ഇതെൻ്റെ അപ്പച്ചനാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിക്കുന്നത്. എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നാലും, എനിക്ക് അമ്മയ്ക്ക് പ്രശ്നം വന്നാലും, അനിയത്തി ഇപ്പം ബസ് കിട്ടിയില്ലെങ്കിലും എല്ലാം കൊണ്ടുവിടാൻ എൻ്റെ ഏറ്റവും കൂടുതൽ പപ്പയെ പോലെ കാണുന്നത് എൻ്റെ അപ്പച്ചൻ മാത്രമേ. എന്താ വെച്ചാൽ എൻ്റെ അപ്പച്ചനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. എന്താ വെച്ചാൽ എൻ്റെ അപ്പച്ചനാണ് എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എൻ്റെ കൂടെ ഇരിക്കുന്ന അപ്പച്ചൻ മാത്രമാണ്. എനിക്കിപ്പോൾ എല്ലാവരും ചോദിക്കാനുള്ളത് വെച്ചാൽ എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി എല്ലാവരും സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക. എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരും എനിക്കില്ല. എന്താ വെച്ചാൽ എൻ്റെ അമ്മയാണ് എനിക്ക് ഏറ്റവും എല്ലാത്തിനെക്കാട്ടി വലുത്. എന്താ വെച്ചാൽ എൻ്റെ അമ്മയില്ല, എനിക്ക് വേറെ ആരുമില്ല. എന്താ വെച്ചാൽ എൻ്റെ അമ്മയാണ് എനിക്ക് എല്ലാം ഏറ്റവും വലുതായിട്ടുള്ളത്. എന്താ വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ ആ ഡോക്ടർ പറഞ്ഞ ചെയ്യാം. എൻ്റെ അമ്മയുടെ വയറ് ഇപ്പം ഇത്ര ഇല്ലായിരുന്നു വരെ. കണ്ടവരെല്ലാവരും പറഞ്ഞായിരുന്നു വണ്ണം കുറഞ്ഞല്ലോ, വണ്ണം കുറഞ്ഞു, 32 കിലോ കുറഞ്ഞു. എന്നിട്ട് തന്നെ ഇപ്പൊ തന്നെ ആ മുഴ ഇപ്പൊ ഒരു 8 ദിവസം കൊണ്ടാണ് ഇത്രയും വയറ് ഇത്രയും വീങ്ങിയിരിക്കുന്നത്. എനിക്ക് എല്ലാവരോടും ചോദിക്കാൻ മാത്രമേ ഉള്ളൂ, പറ്റുന്നവരെല്ലാവരും എൻ്റെ അമ്മയെ സഹായിക്കാൻ നോക്കുക. എനിക്ക് അത്ര എല്ലാവരുടെ പറയാനുള്ളൂ. അപ്പം ഒക്ടോബർ 22 ഇവരുടെ ഓപ്പറേഷൻ ആണ് ഈ അമ്മയുടെ. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ ഈ 2 മക്കൾക്കും അമ്മ മാത്രമേ ഉള്ളൂ ആകെ ഒരു തണലായിട്ട്. സത്യം പറഞ്ഞാൽ പല കുടുംബത്തിലും നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം, മക്കള് അമ്മമാരെ മൈൻഡ് ചെയ്യാതെ പോവുക, അല്ലെങ്കിൽ മക്കള് അമ്മയ്ക്കൊരു വില കൊടുക്കാതിരിക്കുക, അമ്മമാരോട് ദേഷ്യപ്പെടുകയൊക്കെയാണ്. ഇവിടെ ഒരു മോനും ഒരു മോളും. മോൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, മോള് അമ്മേനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് കൂടെ ഫുള്ള് ഇതായിട്ട് കൂടെ നിൽക്കുന്നു. കാരണം ഇതേപോലൊരു അത്ര ഒരു ഇതാണ് അവർക്ക്. അപ്പം അവരുടെ ഏറ്റവും വലിയൊരു തണൽ, ഇല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ അവരുടെ ഓരോ ആളുകൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ അമ്മേനെ അവർക്ക് അതുപോലെ തന്നെ സ്വന്തം ഒരു കുഴപ്പമില്ലാതെ, ഇല്ലെങ്കിൽ ഫുള്ള് സന്തോഷമായിട്ട് ഒരു ദിവസം അമ്മ കൂടെ ഉണ്ടാവണമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ പാവം മക്കൾ കിടന്ന് ഇതേപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ ഷൂട്ടിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് കഥ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മള് ഇതിന്റെ താഴെ അമ്മയുടെ അക്കൗണ്ട് നമ്പരും ഡീറ്റെയിൽസും എല്ലാം വെക്കുന്നുണ്ട്, അവരുടെ നമ്പർ വെക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ അത്ര വലിയ സഹായമൊന്നുമല്ല, പക്ഷെ ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ. കഴിഞ്ഞ ഓപ്പറേഷൻ 7.25 ലക്ഷം അടുപ്പിച്ചായി അല്ലേ? 7.34 ലക്ഷം ആയി. അപ്പം ഈ ഇത്തവണ ഏകദേശം അതേപോലെയൊക്കെ ആവും. അപ്പം നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് ഇപ്പം എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നിങ്ങൾ ചിലപ്പോൾ ഒരു ചെറിയ സഹായം ചെയ്യുമായിരിക്കും. ആ സഹായം ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ, ഇല്ലെങ്കിൽ ഈ 2 മക്കൾക്ക് അവരുടെ അമ്മേനെ തിരിച്ചു കിട്ടുന്ന ഒരു കാര്യമായിരിക്കും. അതിലും വലിയൊരു പുണ്യം എന്ന് പറയുന്നത് വേറെ ചെയ്യാനില്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് എൻ്റെ ഒരു ഇതിലെനിക്ക് മനസ്സിലായത്. മോളെ ഞാൻ പരിചയപ്പെട്ടില്ലല്ലോ, മോളുടെ പേര് ആയിക്കോട്ടെ. എനിക്ക് നിങ്ങളെല്ലാവരും നിങ്ങളെയും കൊണ്ട് ഒക്കുന്ന രീതിയിൽ എന്നെ ഒന്ന് സഹായിച്ചാൽ, എൻ്റെ ഈ സർജറിയും കൂടെ ഒന്ന് റെഡിയാക്കി തന്നിട്ട് എൻ്റെ ഈ സർജറി കഴിയുമ്പോഴെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു അമ്മയായിട്ട്, നല്ലൊരു അമ്മയായിട്ട് വരാൻ വേണ്ടി എന്നെ ഒന്ന് സഹായിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുതും വലുതുമായിട്ടുള്ളത് എന്നെ തന്ന് സഹായിക്കും. എൻ്റെ ഈ സർജറി ഒന്ന് നടത്താൻ വേണ്ടി 22-ാം തീയതി എൻ്റെ മക്കൾ 2 പേരും ഇതായിരിക്കും.